ഇത്തരത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യമൊക്കെ അതിൽ പറഞ്ഞിരുന്നതല്ലേ? പറഞ്ഞിരുന്നായിരുന്നു. എന്തായിരുന്നു ഈ കാര്യം? ഏകദേശം 11 വർഷം കഴിയുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ ഉള്ള ഒരു കാരണം? അവൻ മുറയ്ക്ക് നല്ലോണം മദ്യപിക്കുന്ന സാധാ മദ്യപാനമല്ല. അവൻ ഇത് ലെവലിൽ കിടന്നിടം വരെ മദ്യപിക്കും. എന്നിട്ട് ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കും. നല്ലതോണം ഉപദ്രവിക്കും എൻ്റെ കുഞ്ഞിനെ. ഇവിടെ നേരത്തെ കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ എങ്ങനെയാണ്? അതവര് 2 കൗൺസിലിംഗ് നടത്തി. അങ്ങനെ നമുക്ക് 10-27,000 രൂപ ചിലവുമായി. കൗൺസിലിംഗ് നടത്താതെ അവർ കേസ് ഇതാവത്തില്ലല്ലോ. അങ്ങനെ നമ്മളറിഞ്ഞില്ല അവർ ഒപ്പിട്ടതൊന്നും. 3ാമതും കൗൺസിലിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവിടെ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ അന്നേരവും നമ്മളറിയുന്നില്ല. ഇവർ പിറ്റേ ദിവസം രാവിലെ അവിടെ ഫ്ലാറ്റ് എടുത്തിട്ട് 30,000 രൂപയ്ക്ക് അവൻ്റെ വീട്ടിൽ പോവാതെ. അങ്ങനെ കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് ഫ്ലാറ്റ് ജീവിതം അന്നേരം ഇഷ്ടമായിരിക്കുന്നതോ. അങ്ങനെ 5-6 ആമ്പിള്ളാരുമായിട്ട് ഒരു ദിവസം രാത്രി ഈ കേസ് ഈ ഒപ്പിട്ടെന്നറിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് അവളോട് പറഞ്ഞു കാണും വിളിക്കാൻ വരുമെന്നൊക്കെ. അങ്ങനെ മതിൽ ചാടി പാതിരാത്രിക്ക് വന്ന്. അങ്ങനെ എനിക്കൊരു സൂചന കിട്ടി. എൻ്റെ അനിയൻ്റെ ഭാര്യ ഇളയ മോളവിടെ ചെന്നപ്പം പറഞ്ഞടി അമ്മയോട് പറയണേ, ഇവളവിടെ ചെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിക്കാൻ വരും, ഫ്ലാറ്റ് എടുത്തിട്ട് 30,000 രൂപയ്ക്ക്, ഞാനതുകൊണ്ട് പോവും, അമ്മ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തോണേ, അമ്മയോട് പറയണേ, കതവ് ഒന്ന് സൂക്ഷിച്ചോളാം. ഞാനിത് അറിഞ്ഞപ്പോൾ കതവ് കിടക്കാനായിട്ട് ആ മുറി പോയപ്പോൾ അവളറിയാതെ അവളെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളറിയാതെ പാതിരിക്കാൻ വേണ്ടി താക്കോലെടുത്ത് പൂട്ടി. ഞാൻ ഇഞ്ഞ് കൊണ്ടുവന്ന് ഈ അടുക്കളയുടെ കഥവും വെളിയിൽ ഒന്നൊരു കൊളുത്തി ഉണ്ട്, അവളൊരിക്കലും തുറന്നു പാതിരിക്കാം, വെളിയിൽ നിന്നും പൂട്ടി. ഇതിൻ്റെ താക്കോലും എടുത്ത്. അപ്പം അവരുടെ അച്ഛൻ ഗൾഫിലന്ന്. അങ്ങനെ പാതിരാത്രി ആയപ്പം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവൾ പറഞ്ഞു കാണും കഥ തുറക്കാൻ പറ്റുന്നില്ലെന്ന്. എങ്ങനെയോ കഥവ് വെളിയിലത്തെ അവൻ കൊളുത്തെടുത്ത് കാണും. അങ്ങനെ തുറന്ന് ചാടി സിറ്റൗട്ടി അവിടെ വന്നപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ ഓടി തുറന്ന്. ഇളയ മോള് പറഞ്ഞ അമ്മയെ കൊച്ച് കരയുന്നു. അങ്ങനെ ഞാൻ വെപ്രാളം പിടിച്ച് ഓടി. അങ്ങനെ ചെന്ന് കുഞ്ഞിനെ പിടിച്ച് ഇഞ്ഞെടുത്ത്. അപ്പോൾ ഇവളെ കൈക്ക് പിടിച്ച് നിർത്തി അവൻ്റെ കൂടെ പോരും. കാരണം 5-6 ആമ്പിള്ളാരും ഉണ്ട്. ഫ്ലാറ്റിനകത്ത് അവിടെ കൊണ്ടുവന്ന് താമസിക്കുക. കുഞ്ഞിനെ കൊല്ലുകയോ എടുക്കുവോ. അതായത് സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടും അതിൽ കൂടെ താമസിച്ച് ഇപ്പോൾ ഈ അമ്മയുടെ ഒരു മൊഴിയുടെ അവിടെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഉറച്ചു. എൻ്റെ മോള് ചെയ്യത്തില്ല. അവൻ നല്ലതോണം ഉപദ്രവിച്ചതിൻ്റെ പാടൊക്കെ വീഡിയോയിൽ കണ്ടതാ. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പാകും. അതുമല്ല എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ ഞാൻ ചത്താല വിചാരിച്ചോണം അയാൾ എന്നെ കൊന്നേന്ന്. അത് പൊടിമോടോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഇയാളെ? ഉണ്ടായിരുന്നു. ജിൽസി, അമ്മയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്.